അല്ലാഹു അക്ബർ. ഒരിക്കൽ മലബാറിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ സന്ധ്യയ്ക്ക് വാങ്കുമുഴങ്ങുന്ന നേരത്ത് അവരുടെ പാത്തുക്കുട്ടി എന്നു പേരുള്ള ഒരു പിടിയാന പ്രസവിച്ചു. കാണാൻ വളരെയധികം ഓമനത്വവും സുന്ദരനുമായ ആ ആനക്കുട്ടിക്ക് അവർ അക്ബർ എന്ന് പേരിട്ടു. നിരവധി തടിക്കൂപ്പുകൾ സ്വന്തമായി ഉണ്ടായിരുന്ന ആ മുസ്ലിം കുടുംബത്തിൽ മില്ലിലെ ആവശ്യങ്ങൾക്കായി അവർ നിരവധി ആനകളെ വളർത്തിയിരുന്നു. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഗോപാലൻ എന്നു പേരുള്ള ഒരു മോഴ ആനയായിരുന്നു അക്ബറിന്റെ പിതാവ്. അക്ബർ അമ്മയോടൊപ്പം ആ തറവാട്ടിൽ തന്നെ വളർന്നു. അക്ബറിന് 3 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മയാനയുടെ പാപ്പാൻ അവളുടെ ചങ്ങല കെട്ടുന്നത് കണ്ട് അക്ബർ പെട്ടെന്ന് പിന്നിലൂടെ ചെന്ന് ഒരു ഇടി കൊടുത്തു. ആ ഇടിയുടെ ഊക്കിൽ അയാളുടെ വാരിയെല്ലുകൾ തകരുകയും കൊല്ലപ്പെടുകയും ചെയ്തു. കുട്ടിയാന നടത്തിയ കൊലപാതകത്തെ അവർ അത്ര ഗൗരവമായി കണ്ടില്ല. ഒരു കയ്യബദ്ധം എന്ന രീതിയിലായിരുന്നു കണ്ടത്. പക്ഷേ അത് വരാൻ പോകുന്ന സുനാമിക്ക് മുൻപുള്ള സൂചന മാത്രമായിരുന്നു എന്നവർ മനസ്സിലാക്കിയില്ല. വളരെ ചെറുപ്രായത്തിൽ ഒരു പാപ്പാനെ കൊലപ്പെടുത്തിയ ആനക്കുട്ടി തന്റെ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിടുകയായിരുന്നു. പിന്നീട് ശരീരം വളരുന്നതിനേക്കാൾ വേഗത്തിലായിരുന്നു അവന്റെ ഉള്ളിൽ പകയും വാശിയും വളർന്നത്. ആനകളിൽ ഏറ്റവും പ്രശ്നക്കാരാണ് മോഴ ആനകൾ. ഇക്കൂട്ടർക്ക് വാശിയും കരുത്തും മറ്റുള്ള കൊമ്പന്മാരെക്കാൾ കൂടിയിരിക്കും. അക്ബറിന്റെ പിതാവ് ഗോപാലൻ എന്നു പേരുള്ള ഒരു മോഴ ആനയായിരുന്നു. ഒരുപക്ഷെ തന്റെ പിതാവിന്റെ വാശിയും കരുത്തും അവനും കിട്ടിക്കാണണം. അക്ബർ വളരുന്നതിനനുസരിച്ച് അവൻ ചെയ്ത കൊലപാതകങ്ങളുടെ എണ്ണവും കൂടിക്കൂടി വന്നു. തടിപ്പണിക്കായി ആനകളെ വളർത്തിയിരുന്ന ആ മുസ്ലിം കുടുംബത്തിലുള്ളവർ അക്ബറിനെ മറ്റാർക്കു കൈമാറേണ്ടി വന്നു. അതിനു കാരണം അവന്റെ മുകളിലിരുന്ന് തടിപ്പണി ചെയ്യിക്കുവാൻ അവൻ അനുവദിക്കാറില്ല എന്നതുകൊണ്ടായിരുന്നു. പണി തുടങ്ങുമ്പോൾ തന്നെ ആന മുകളിലിരിക്കുന്ന ആളെ കുലുക്കി താഴെയിടും. ആൾ താഴെ എത്തുന്നതിന് മുൻപ് തന്നെ തുമ്പിക്കൈ കൊണ്ട് പിടികൂടി കൊമ്പിൽ കോർക്കും. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നിരവധി കൊലപാതകങ്ങൾ അക്ബർ ചെയ്തു. നിരവധി കൈമാറ്റങ്ങൾ നടത്തിയെങ്കിലും അക്ബറിന്റെ സ്വഭാവത്തിൽ കാര്യമായ യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ആനപ്പണിയിൽ കഴിവ് തെളിയിച്ച പല പാപ്പാന്മാരും അവനെ അയച്ചെങ്കിലും അവരുടെയെല്ലാം ജീവന് അവൻ ദിവസങ്ങളുടെ മാത്രമേ ആയുസ് നൽകിയിരുന്നുള്ളൂ. ആനപ്പണിയിൽ എത്ര കൊടികെട്ടിയ പാപ്പാന്മാരായാലും ശരി, അക്ബറിന്റെ മുകളിൽ കയറിയിരുന്ന് അവനെ കൊണ്ട് തടിപ്പണി ചെയ്യിക്കുക അസാധ്യമായിരുന്നു. പുതിയൊരു പാപ്പാൻ അക്ബറിനെ അയച്ചാൽ അയാളുടെ ജീവന് മണിക്കൂറുകളോ ചിലപ്പോൾ ദിവസങ്ങളോ മാത്രമേ ആയുസ് കാണുകയുള്ളൂ. 1ഉം 2ഉമല്ല 23ഓളം കൊലപാതകം ചെയ്ത അക്ബർ ആനപ്പാപ്പാന്മാർക്ക് പേടി സ്വപ്നമായി വളർന്നു. കൊല്ലാനായി നിൽക്കുന്ന കൊലയാനയുടെ മുന്നിൽ അവനെ പുതുതായി അഴിക്കാൻ വരുന്ന പാപ്പാന്മാർ നൽകുന്ന കൊടിയ പീഡനങ്ങൾ അവനെ കൂടുതൽ അക്രമകാരിയാക്കി മാറ്റി. ഏറ്റവും ഒടുവിൽ കർണാടകയിൽ പൂജാരി എന്ന് വിളിക്കുന്ന കർണൻ എന്ന ആളിന്റെ സ്വന്തമായിരുന്നു അക്ബർ എന്ന കൊലയാന. സ്വന്തമായി നിരവധി തടിക്കൂപ്പുകളും കർണാടകയിൽ ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടവുമുള്ള അദ്ദേഹം തടിപ്പണി ആവശ്യങ്ങൾക്കായിരുന്നു അക്ബറിനെ സ്വന്തമാക്കിയത്. പക്ഷേ അക്ബർ ഒന്നിനു പിറകെ ഒന്നൊന്നായി പാപ്പാന്മാരെ കൊല ചെയ്യാൻ തുടങ്ങിയതോടെ ആന ഉടമയായ പൂജാരി ശരിക്കും പെട്ടു. ആനയെ അഴിക്കാനായി പ്രഗത്ഭരായ നിരവധി പാപ്പാന്മാരെ കൊണ്ടുവന്നെങ്കിലും അവരുടെ എല്ലാം ആയുസിന് പുല്ലുവില പോലും അക്ബർ നൽകിയിരുന്നില്ല. ചിലരാകട്ടെ അക്ബറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പിന്മാറും. ഏതാനും മാസങ്ങളായി അക്ബർ ഒരേ തറയിൽ തന്നെ നിൽക്കുകയാണ്. സാധാരണ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നതിന് പുറമെ അവന്റെ 2 കൊമ്പുകളിലും തുളയിട്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരുന്നു. ഒടുവിൽ മികച്ചൊരു ആനപ്പാപ്പാനെ തേടിയിരുന്ന ആന ഉടമ മുതുകുളം വിജയൻ പിള്ള എന്ന ആനപ്പാപ്പാനെ പറ്റി കേൾക്കാനിടയായി. അങ്ങനെ കർണാടകയിൽ നിന്നും കാറിൽ അദ്ദേഹം മുതുകുളം വിജയൻ പിള്ള പാപ്പാനെ കാണാനെത്തി. അക്ബറിന്റെ പുറത്തു കയറി അവനെ കൊണ്ട് തടിപ്പണി ചെയ്യിക്കുന്ന പാപ്പാനെ കുലുക്കി താഴെയിട്ട് കൊല്ലുക എന്ന രീതിയാണ് അവനുണ്ടായിരുന്നത്. ഏകദേശം 23ഓളം പാപ്പാന്മാരെ അവൻ കൊല ചെയ്തതും ഇതേ രീതിയിലൂടെയാണ്. ആനകളെ കൊണ്ട് തടിപ്പണി ചെയ്യിക്കുന്ന പാപ്പാന്മാർ പൊതുവെ ആനപ്പുറത്ത് കയറി വായ്ത്താരിയേക്കാൾ കൂടുതൽ കാലിലെ തള്ളവിരലുകൾ കൊണ്ട് ആനയുടെ മർമ്മത്തിൽ തട്ടിയാണ് ആനയ്ക്കുള്ള നിർദ്ദേശം നൽകുന്നത്. എന്നാൽ അക്ബറിന്റെ ആനപ്പാപ്പാന്മാർ ആനപ്പുറത്ത് കയറാൻ ഭയക്കുന്നത് കൊണ്ട് താഴെ നിന്ന് മാത്രമേ അവനെ കൊണ്ട് ജോലി ചെയ്യിക്കുകയുള്ളൂ. സാധാരണ ആനകൾ തടിപ്പണി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വാടക തുക ആരോഗ്യവാനായ അക്ബറിന് ലഭിച്ചിരുന്നു. ആനപ്പുറത്ത് കയറിയിരുന്ന് അക്ബറിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പാപ്പാനെ അവൻ കൊലപ്പെടുത്തുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിജയൻ പിള്ള എന്ന ആനപ്പാപ്പാൻ അവന്റെ പുറത്തു കയറിയത്. സഹായത്തിനായി അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന ബാബു എന്ന പാപ്പാനും ഉണ്ടായിരുന്നു.
പകൽ സമയത്ത് അക്ബറിനെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ അവൻ യാതൊരു കുഴപ്പവും കൂടാതെ ജോലി ചെയ്തു. ആനയ്ക്ക് വിശ്രമം നൽകിയ ശേഷം ഉച്ചയോടെ അക്ബറിനെ കൊണ്ട് തടിപ്പണി ചെയ്യിക്കുവാനായി വക്ക എടുക്കാൻ പറഞ്ഞതും കലിമൂത്ത അക്ബർ മരത്തടിയിൽ വലിച്ചടിച്ച് ദേഷ്യം പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ശരീരം വിറപ്പിച്ച് ചെവികൾ വിടർത്തി നിന്നതോടെ പാപ്പാന്മാരെ സഹായിക്കുവാൻ നിന്നിരുന്ന ആൾക്കാർ ജീവനും കൊണ്ടോടി. കാരണം അവർ മുൻപും അക്ബറിനെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അക്ബർ ഇടയുന്നതിന്റെ സൂചനകളാണിതെല്ലാം. ഇടഞ്ഞാൽ പിന്നെ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ചിട്ട് കുത്തിക്കൊല്ലുകയോ ആനയോടൊപ്പമുള്ള പാപ്പാന്മാരെയോ അല്ലെങ്കിൽ സഹായിക്കാൻ വന്നവരെ കൊല്ലുകയോ ചെയ്യും. സഹായിക്കാൻ വന്നവർ ഓടി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പാപ്പാൻ വിജയൻ പിള്ള രണ്ടാം പാപ്പാനായ ബാബുവിനോട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. അതിനുശേഷം പുതുതായി പണിയിച്ച തോട്ടിയും വടിക്കമ്പും കൊണ്ട് അക്ബറുമായി പയറ്റുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇടഞ്ഞ അക്ബറിന്റെ മുകളിലിരുന്നു കൊണ്ട് തന്നെ ആനയ്ക്ക് 2 അടി കൊടുത്തതോടെ അവൻ ശക്തമായി തല കുടയുവാൻ തുടങ്ങി. സാധാരണ അവൻ പാപ്പാന്മാരെ കൊലപ്പെടുത്തുന്നതും ഇതേ മാർഗത്തിലൂടെയാണ്. അതിശക്തമായി തലകുലുക്കുന്ന അക്ബറിന്റെ ഈ പ്രവൃത്തി നേരിടാൻ കഴിയാതെ ആനപ്പാപ്പാന്മാർ താഴെ വീഴുമ്പോഴാണ് അവൻ കൊലപ്പെടുത്തുന്നത്. അക്ബർ പാപ്പാന്മാരെ കൊലപ്പെടുത്തുന്ന ഈ രീതിയെപ്പറ്റി മറ്റുള്ള പാപ്പാന്മാർ നേരത്തെ വിജയൻ പിള്ളയോട് പറഞ്ഞിരുന്നതിനാൽ അദ്ദേഹവും കരുതിയാണ് ആനപ്പുറത്തിരുന്നത്. അക്ബർ ശക്തമായി തലകുടയാൻ തുടങ്ങിയതോടെ കണ്ടുനിന്നവർ പേടിച്ച് നിലവിളിച്ചു. പാപ്പാൻ വിജയൻ പിള്ള താഴെ വീണു എന്ന് കരുതിയ രണ്ടാം പാപ്പാൻ അവിടേക്ക് ഓടിയെടുത്തപ്പോൾ കണ്ട കാഴ്ച ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. സാധാരണയായി താഴെ വീഴുന്ന പാപ്പാനെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് കൊല്ലാൻ പാകത്തിന് പറ്റിയ സ്ഥലത്ത് കൊണ്ടുവച്ച് കുത്തിക്കൊല്ലുകയാണ് അക്ബറിന്റെ കൊലപാതക രീതി. പക്ഷേ അക്ബറിന്റെ കണക്കുകൂട്ടലുകൾ അവിടെ തെറ്റിപ്പോയി. അവന്റെ ജീവിതത്തിൽ ഇന്നുവരെ അവന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ആരുമില്ലായിരുന്നു. അക്ബർ എത്ര ശക്തമായി കുടഞ്ഞിട്ടും താഴെ വീഴാതിരിക്കാനായി വിജയൻ പിള്ള പിടിച്ചു നിന്നു. പാപ്പാൻ വിജയൻ പിള്ള നേരത്തെ തന്നെ അക്ബറിന്റെ സ്വഭാവരീതി മനസ്സിലാക്കിയിരുന്നു. വലതുഭാഗത്താണ് അക്ബറിന് കൂടുതൽ ശക്തിയുള്ളതെന്ന് മനസ്സിലാക്കിയ വിജയൻ പിള്ള പുതുതായി പണിയിച്ച തോട്ടികൊണ്ട് അക്ബറിന്റെ ഇടതുഭാഗത്ത് ഉടക്കിയതും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കൊമ്പൻ അക്ബർ മുട്ടുകുത്തി താഴെയിരുന്നു. അവന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പാപ്പാനും അവന്റെ മുകളിലിരുന്നു കൊണ്ട് അവനെ നിയന്ത്രിക്കുവാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിച്ചവരെയൊക്കെ കാലപുരിക്കേച്ച ആ കൊലയാളിയാന ജീവിതത്തിൽ ആദ്യമായി തോറ്റുപോയി. പിന്നീടുള്ള 1 മണിക്കൂർ പാപ്പാൻ വിജയൻ പിള്ളയുടെ കാരക്കോലിന്റെ ചൂട് നന്നായി എറിഞ്ഞ അക്ബറിന് ഒരു കാര്യം മനസ്സിലായി. തന്റെ അഭ്യാസം ഇദ്ദേഹത്തോട് നടക്കില്ല എന്ന്. അക്ബറിന്റെ പുറത്തിരുന്ന വിജയൻ പിള്ളയുടെയും രണ്ടാം പാപ്പാനായ ബാബുവിന്റെയും കാരക്കോലിന്റെ ചൂട് അന്ന് അക്ബർ നന്നായി എറിഞ്ഞു. 23 പാപ്പാന്മാരെ കൊല ചെയ്ത ആ കൊലയാനയ്ക്ക് ജീവിതത്തിൽ ഇതുപോലൊരനുഭവം ഉണ്ടായിട്ടില്ല. അടികൊണ്ട് നട്ടം തിരിഞ്ഞ അക്ബർ ഇനി താൻ ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയാതെ പറഞ്ഞപ്പോഴാണ് അവനെ വിട്ടത്. മറ്റുള്ള പാപ്പാന്മാരെ പോലെ ആനയെ തല്ലി അവന്റെ ശരീരം എന്നേക്കുമായി കേടുവരുത്താനല്ല വിജയൻ പിള്ള ശ്രമിച്ചത്. പകരം അക്ബർ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ശിക്ഷ നൽകിയത്. അതുമാത്രമല്ല, അക്ബറിനെ കൊണ്ട് വലിയൊരു തടിക്കഷ്ണം കൂപ്പിൽ നിന്നും അവർ താമസിക്കുന്ന ടെന്റിനടുത്ത് വരെ വലിച്ചുകൊണ്ട് വരുത്തിച്ചതോടെ അക്ബറിന്റെ സർവ്വശക്തിയും ചോർന്നുപോയി. അക്ബർ ഇടഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ട ആനപ്പാപ്പാന്മാർ ആന ഉടമയെ വിവരമറിയിച്ചു. സാധാരണ അക്ബർ ഇടയുന്ന ദിവസം ആനപ്പാപ്പാന്റെ ജഡം കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കലാണ് അദ്ദേഹത്തിന്റെ ജോലി. അക്ബർ തടി പിടിച്ചു വരുന്നത് കണ്ട് ഉടമ ഏറെ സന്തോഷവാനായി. കാരണം അവനെ മെരുക്കാൻ വരുന്ന പാപ്പാന്മാരുടെ ജഡം കൊണ്ടുപോകുന്നത് കണ്ട് അയാളുടെ മനസ്സ് മരവിച്ചിരുന്നു. അക്ബറിനെ തല്ലി പദം വരുത്താൻ അയാൾ പാപ്പാനോട് വിളിച്ചു പറയുമ്പോൾ അങ്ങനെ താൻ ചെയ്യില്ലെന്നും അവൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ ലഭിച്ചു എന്നും പാപ്പാൻ വിജയൻ പിള്ള വിളിച്ചു പറഞ്ഞു. പിന്നീട് ആനയ്ക്ക് വയറു നിറയെ ഭക്ഷണവും വെള്ളവും കൊടുത്ത ശേഷം വിശ്രമം നൽകി. ഇതൊരു തുടക്കമായിരുന്നു. കേരളം കണ്ടിട്ടുള്ള ആനകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊലപ്പെടുത്തിയ ആനകളിൽ ഒരുവനായ പാത്തുമ അക്ബർ എന്ന കൊലയാനയും ആനപ്പാപ്പാന്മാരിലെ അഗ്രഗണ്യനായിരുന്ന വിജയൻ പിള്ളയും തമ്മിലുള്ള കൂട്ടുകെട്ട്. തടിപ്പണിക്ക് പുറമെ അക്ബറിനെ കൊണ്ട് ക്ഷേത്രങ്ങളിലും അദ്ദേഹം ഉത്സവ പരിപാടികൾ എടുപ്പിച്ചു. 4 വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഒരിക്കൽ മാത്രം അക്ബർ വിജയൻ പിള്ളയോട് ഇടയാൻ ശ്രമിച്ചു. വലിയൊരു മരക്കഷ്ണം വലിച്ചു നീക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിന് കഴിയാതെ വന്നതോടെ അക്ബർ പഴയതുപോലെ ഇടയാൻ ശ്രമിച്ചെങ്കിലും വിജയൻ പിള്ളയുടെ കാരക്കോലിന്റെ ചൂടോർമ്മ വന്ന അക്ബർ വീണ്ടും ശാന്തനായി. ആ കൂട്ടുകെട്ട് വിജയകരമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ
നിർഭാഗ്യവശാൽ ഒരിക്കൽ കൂടി അക്ബറിന്റെ കൊമ്പുകളിൽ ഒരു പാപ്പാന്റെ ചോര പൊടിഞ്ഞു. 23 പേരെ കൊന്ന കൊലയാളി ആനയെ സമാധാനത്തിന്റെ പാതയിൽ കൊണ്ടുവരാൻ സാധിച്ച വിജയൻ പിള്ള എന്ന പാപ്പാന് അവഗണന ലഭിച്ചതോടെ അദ്ദേഹം ആനയിൽ നിന്നും മാറേണ്ടി വന്നു. സാധാരണ ആനകൾ ചെയ്യാറുള്ള തടിപ്പണിയുടെ ഇരട്ടിയോളം ചെയ്യുന്ന പാത്തുമ്മ അക്ബർ എന്ന ആനയ്ക്ക് മറ്റുള്ള ആനകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വാടക ലഭിച്ചിരുന്നു. ആന പഴയതുപോലെ അക്രമകാരിയല്ല എന്നറിഞ്ഞതോടെ പുതിയ പാപ്പാന്മാർക്ക് അക്ബറിൽ ചുമതലയേൽക്കാൻ താൽപ്പര്യമുണ്ടായി. ഉടമയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ കണ്ടതോടെ പുതുതായി എത്തിയ കാസർഗോഡുകാരൻ പാപ്പാന് ആനയുടെ ചിട്ടവട്ടങ്ങൾ പറഞ്ഞുകൊടുത്ത ശേഷം വിജയൻ പിള്ള പാപ്പാൻ നാട്ടിലേക്ക് മടങ്ങി. പക്ഷേ അദ്ദേഹം വീട്ടിലെത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ വാർത്ത എത്തി. പുതുതായി ചുമതലയേറ്റ പാപ്പാനെ പാത്തുമ്മ അക്ബർ എന്ന കൊലയാളി ആന കൊന്നിരിക്കുന്നു. അതുമാത്രമല്ല, വനത്തിൽ വച്ചാണ് ആന പാപ്പാനെ കൊലപ്പെടുത്തിയത്. അക്ബറിനെ അഴിക്കാൻ വന്ന കാസർഗോഡുകാരൻ പാപ്പാനെ കൊല ചെയ്ത അക്ബറിനെ വനത്തിനുള്ളിൽ തളച്ചെങ്കിലും അവനെ അഴിച്ചു കൊണ്ടുവരാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ മുതുകുളം വിജയൻ പിള്ള പാപ്പാന്റെ കൈയും കാലും പിടിച്ച് ഉടമ അദ്ദേഹത്തെ കൊണ്ട് അക്ബറിനെ അവിടെ നിന്നും അഴിപ്പിച്ചു. വീണ്ടും 6-7 മാസങ്ങൾ വിജയൻ പിള്ള അക്ബറിനൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രശ്നക്കാരനായ മറ്റൊരാനയെ അഴിക്കാനായി ആനയുടമയായ ചാനാനിക്കുറുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം വിജയൻ പിള്ള പാപ്പാന് അക്ബറിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ബീഹാറിലെ സോൺപൂർ മേളയിൽ 3 വർഷത്തോളം ആരും സ്വന്തമാക്കാൻ മടിച്ചിരുന്ന കൊമ്പനായിരുന്ന സോളങ്കി ആനയെ അഴിക്കുവാനായിരുന്നു വിജയൻ പിള്ളയെ കൊണ്ടുപോയത്. പിന്നീട് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൈമാറ്റം നടന്ന അക്ബർ പഴയ വില്ലത്തരം പുറത്തിറക്കാൻ തുടങ്ങി. പുതിയ ഉടമയും വിജയൻ പിള്ള പാപ്പന്റെ സഹായം തേടിയെങ്കിലും പുതിയ ആനയെ ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒടുവിലൊരു നാൾ തടി പിടിക്കുന്നതിനിടയിൽ അക്ബർ മറിഞ്ഞു വീണ് ചെരിഞ്ഞു എന്നൊരു വാർത്ത കേട്ടു.